അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മറ്റൊരാളുടെ സൽസ്വഭാവം അല്ലെങ്കിൽ സൽഗുണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആണാണ് സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിൽ അത് മതിയാവുന്നതാണ്. ഇദാ സക്ക റജുലൻ കഫാഹു. അബൂ ജമീല വിശദീകരിക്കുന്നു, ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. പിന്നെ ഒരിക്കൽ ഉമർ എന്നെ കണ്ടു. അപ്പോൾ ചോദിച്ചു, ഒരുപക്ഷെ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിനക്ക് പ്രശ്നം ഉണ്ടാക്കിയേക്കാം. അത് എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് കുട്ടിയുടെ പിതൃത്വം നിരസിക്കുന്നത് പോലെയും, എന്നിട്ട് അദ്ദേഹം കണ്ടെത്തിയത് എന്താണോ അത് തെറ്റായ രീതിയിൽ എൻ്റെ മേലെ ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ആൾ പറഞ്ഞു, ഇയാൾ ഒരു നല്ല മനുഷ്യനാണ്, സത്യസന്ധനായ ദൈവഭയമുള്ള മനുഷ്യനാണ്. ഉമർ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോയിക്കൊള്ളുക, എന്നിട്ട് കുട്ടിയുടെ രക്ഷകർത്താവായിക്കൊള്ളുക. അപ്പോൾ എന്തെങ്കിലും കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള തർക്കം എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഉമർ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവാം. പിന്നീട് സാക്ഷ്യം വന്നപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാവും. ആ കുട്ടിക്കുള്ള ചെലവിന് ഞാൻ തരികയും ചെയ്യാം. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലമായിരിക്കണം. കാരണം അപ്പോൾ കുട്ടികൾ മുതൽ മുകളിലേക്കുള്ള എല്ലാവർക്കും ശമ്പളം പോലെ ഒരു പൈസ കൊടുക്കുമായിരുന്നു കൊല്ലത്തിലൊരിക്കൽ. അപ്പോൾ അതായിരിക്കണം ഇതുപോലെ ഉദ്ദേശിക്കുന്നത്. കാലത്ത് അബൂ ജമീലത്ത വജത്തു മംബൂദൻ ഫലമ്മ ആനി ഉമറു കാല അസൽ വൈറു അബൂസുൻ കാന്നവും യത്തഹിമുനി കാല അരിഫി ഇന്നഹു റജുലുൻ സ്വാലിഹൻ കാല കദാലിക ഇദാബു അലൈന നഫഖതുഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരു ആൾ മറ്റൊരാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് സ്തുതിച്ചു, അല്ലെങ്കിൽ പൊക്കി പറഞ്ഞു, നല്ലത് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നിനക്ക് നാശം, നീ നിൻ്റെ കൂട്ടുകാരൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും മറ്റൊരു സഹോദരനെ പറ്റി നല്ലത് അല്ലെങ്കിൽ സ്തുതി പറയണം എന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് തോന്നുന്നത് ഇന്നയാൾ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ്. അള്ളാഹു സത്യം അറിയുന്നു. ഞാൻ ആരുടെയും സൽസ്വഭാവം അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ്. മറ്റേയാളെപ്പറ്റി പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി അയാൾക്ക് അറിയാമെങ്കിൽ. عن عبد الرحمن بن أبي بكرة عن أبيه قال اثنى رجل على رجل عند النبي صلى الله عليه وسلم فقال ويلك قطعت عنق صاحبك مرارا ثم قال من كان منكم مادحا أخاه لا محالة فليقل أحسب فلانا والله حسيبه ولا أزكي على الله أحدا أحسبه كذا وكذا ഇൻ കാന യഅലമു ദാലിക മിൻഹു. ഒരാളെ സ്തുതിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ പറ്റി നല്ലത് പറയുമ്പോൾ, പുകഴ്ത്തുമ്പോൾ അതിൽ കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ഊതി വീർപ്പിക്കുക എന്നൊക്കെ പറയും നമ്മുടെ ഭാഷയിൽ, അത് വെറുക്കപ്പെടുന്നു. ഒരാൾ അയാൾക്കറിയാവുന്നത് മാത്രമേ പറയാവൂ. മാ യുക്റഹു മിനൽ ഇത്നാനി ഫിൽ മദ്ഹി വൽയഖുൽ മാ യഅലം. അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മറ്റൊരാളെ പുകഴ്ത്തുന്നത് കേട്ടു. അത് കുറച്ച് എയറടിച്ച് കയറ്റി അത് കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ട് കുറച്ച് പറയുന്നതായിട്ടാണ് കേട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞിരിക്കുന്നു, ഇതുമാതിരി അവനെ സ്തുതിക്കുന്നതിലൂടെ. അപ്പോൾ ഓവറായി സ്തുതിക്കുക അല്ലെങ്കിൽ പുകഴ്ത്തുക അല്ലെങ്കിൽ പൊക്കി പറയുക, ഇതൊക്കെ തെറ്റാണ്. അയാൾക്ക് ഉപദ്രവം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. عن أبي موسى رضي الله عنه قال سمع النبي صلى الله عليه وسلم رجلا يثني على رجل ويطريه في مدحه فقال أهلكتم ഔ ഖതാത്തും ലഹറ റജുൽ. അപ്പോൾ ഇത് നമ്മൾ ഓവറായിട്ട് നബീനെ സ്തുതിക്കുക, നബിക്കെതിരെ കഥകൾ ഉണ്ടാക്കി പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, പിന്നെ ഔലിയാക്കന്മാരെയൊക്കെ ഒരുപാടങ്ങ് പുകഴ്ത്തുക, ഇതൊക്കെ പ്രശ്നമാണ്. അവർക്കെതിരെ ചെയ്യുന്ന ഒരു കുറ്റമായിട്ടാണ് അതിനെ കാണേണ്ടത്. ആൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നതും അവരുടെ സാക്ഷിത്വത്തിനുള്ള നിലവാരം എത്തുന്നത് അല്ലെങ്കിൽ അവരുടെ സാക്ഷിത്വം വിലയുള്ളതാവുന്നതും ബുലൂഗി സിബിയാനി വശഹാദത്തിഹിം. അല്ലാഹു തആലയുടെ വചനം, നിങ്ങളിലുള്ള കുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ അവരോടും അനുവാദം ചോദിക്കുക. 24-ാമത്തെ സൂറത്ത് 59-ാമത്തെ ആയത്ത്. വഖൗലില്ലാഹി തആല വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും ഫൽയസ്തഅ്ദിനു. അന്നൂർ 59.
അൽ മുഗീറ പറയുന്നു, ഞാൻ 12ാമത്തെ വയസ്സിലാണ് പ്രായപൂർത്തിയായത്. സ്ത്രീകൾക്ക് പ്രായപൂർത്തിയാവുന്ന ആർത്തവത്തോടെയാകുന്നു. വഖാല മുഗീറത്തു ഇഹ്തലംതു വ അന ഇബ്നു ഇൻസൈ അശ്റത സനതൻ വബുലൂഗു നിസാഇ ഇലൽ ഹൈദി ലിഖൗലി അസ്സ വജൽ. അല്ലാഹു തആലയുടെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സ്ത്രീകൾ മാസമുറ ആവുമ്പോൾ അല്ലെങ്കിൽ ആ പ്രായം കടന്നു പോകുമ്പോൾ, അതിനുശേഷം അവരവരുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ. 65ാമത്തെ സൂറത്ത് 4ാമത്തെ ആയത്ത്. അൽ ഹസൻ ബിൻ സ്വാലിഹ് പറയുന്നു, ഞാൻ എൻ്റെ ഒരു അയൽക്കാരിയെ കണ്ടിട്ടുണ്ട്. അവൾ 21ാമത്തെ വയസ്സിൽ മുത്തശ്ശിയായി, അതായത് മകൾ കല്യാണം കഴിച്ച് കുട്ടിയുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അറേബ്യയിൽ ആ സമയത്തൊക്കെ ഏകദേശം 10 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായിരുന്നു. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ആദിവാസികളുടെ ഇടയിലൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. അമേരിക്കയിലൊക്കെ പോലും 16 വയസ്സാണ് വിവാഹപ്രായം എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ പല രാജ്യങ്ങളിലും അവരുടെ വളർച്ചയും സാമൂഹിക സ്ഥിതിയും ഒക്കെ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് 1500 കൊല്ലങ്ങൾക്ക് ശേഷം ഇരുന്നിട്ട് എന്തിന് അപ്പം 10 കൊല്ലത്തിൽ അല്ലെങ്കിൽ 6 കൊല്ലത്തിൽ അല്ലെങ്കിൽ 9 കൊല്ലത്തിൽ കല്യാണം കഴിച്ചു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ആ നാട്ടു നടപ്പാണത്. നമ്മുടെ നാട്ടിലിപ്പോൾ 21ഉം 18ഉമാണ്. അത് നമ്മൾ പിന്തുടരുക. അല്ലാതെ ഇപ്പോൾ വന്നിട്ട് നിയമം തെറ്റിക്കാൻ ശ്രമിക്കരുത്. അന്ന് കാലത്ത് വന്നതിന് നമ്മളൊരു ഉത്തരവാദികളുള്ള, കാരണം അത് ആ സമൂഹത്തിൻ്റെ, ആ സമുദായത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാണ് അന്നത്തെ കല്യാണങ്ങൾ നടന്നത്. ഇന്നത്തെ സമൂഹത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഇന്ന് ജീവിക്കുക. وقال مغيرة احتلمت وأنا ابن 12 سنة وبلوغ النساء إلى الحيض لقوله عز وجل واللائي يئسن من المحيض من نسائكم إلى قوله أن يضعن حملهن. الطلاق 4. وقال الحسن بن صالح ذكرت جارة لنا جدة بنت 21. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണുന്നതിന് വേണ്ടിയിട്ട്. അത് ഉഹ്ദ് യുദ്ധത്തിൻ്റെ രാത്രിയിലായിരുന്നു, വൈകുന്നേരം. എനിക്കപ്പോൾ 14 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിന് അനുവാദം തന്നില്ല. പക്ഷേ അടുത്ത കൊല്ലം എനിക്ക് 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന് മുമ്പിൽ വിളിപ്പിച്ചു. അത് ഖന്തക്ക് യുദ്ധത്തിൻ്റെ സമയത്തായിരുന്നു, അതായത് കിടങ്ങ് യുദ്ധം. അന്ന് എനിക്ക് 15 വയസ്സായിരുന്നു. എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവാദം അദ്ദേഹം തന്നു. നാഫിയ പറയുന്നു, ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം ഖലീഫയായിരുന്നു ആ സമയത്ത്. എന്നിട്ട് ഈ പറഞ്ഞ ഹദീസ് അദ്ദേഹത്തിന് വിശദീകരിച്ച് കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, 15 എന്ന് പറയുന്നത് കുട്ടിത്വവും അല്ലെങ്കിൽ കുട്ടിത്വവും പുരുഷത്വവും തമ്മിലുള്ള പരിധിയാകുന്നു, അതായത് പ്രായപൂർത്തിയാവുന്ന സമയം ആണത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗവർണർമാർക്ക് കത്തെഴുതി 15 വയസ്സായ എല്ലാവർക്കും ശമ്പളം കൊടുക്കണമെന്ന്. അപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഒരു ജോലിക്ക് എന്നൊക്കെ പറയുന്നത് അന്നത്തെ നിയമം അനുസരിച്ച് 15 വയസ്സായിരുന്നു. കാരണം പ്രായപൂർത്തിയായോ എന്ന് ചോദിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് 15 വയസ്സ് അങ്ങ് വെച്ചു. حدثني ابن عمر رضي الله عنه أن رسول الله صلى الله عليه وسلم عرضه يوم أحد وهو ابن 14 سنة فلم يجزني ثم عرضني يوم الخندق وأنا ابن 15 فإجازني. فقال نافع قدمت على عمر بن عبد العزيز وهو خليفة فحدثته هذا الحديث فقال إن هذا لحد بين الصغير والكبير وكتب إلى عماله أن يفرضوا لمن بلغ 15. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത് നിർബന്ധമാകുന്നു പ്രായപൂർത്തിയായ എല്ലാവർക്കും. വെള്ളിയാഴ്ചത്തെ കുളി സുന്നത്തല്ല, ഫർളാണ് വലിയ ആളുകൾക്ക്. പ്രായപൂർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 15 വയസ്സെന്നല്ല പറഞ്ഞിരിക്കുന്നത്. 15 വയസ്സ് ജോലിക്ക് അല്ലെങ്കിൽ പട്ടാളത്തിൽ പോകുന്നതിന് അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്നതിനുള്ള കണക്കാണ്. പ്രായപൂർത്തി അവരവർക്കറിയാം, അപ്പോൾ അവരവർക്ക് തീരുമാനിക്കാം കുളിക്കാറായോ ഇല്ലയോ എന്ന്. عن أبي سعيد الخدري رضي الله عنه يبلغ به النبي صلى الله عليه وسلم قال غسل يوم الجمعة واجب على كل محتلم. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണം, ഈ പറയുന്ന സ്ത്രീ 9ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായിരുന്നു. എന്നിട്ട് 10ാമത്തെ വയസ്സിൽ അവർക്ക് ഒരു കുട്ടിയുണ്ടായി. അവളുടെ മകൾക്കും അതേ അനുഭവം ആയിരുന്നു. അതായത് 20ാമത്തെ വയസ്സായപ്പോഴത്തേക്കും മകൾ പ്രസവിച്ചു. അപ്പോൾ 21ാമത്തെ വയസ്സിൽ കുട്ടിയുള്ള ഒരു മുത്തശ്ശിയായിട്ടാണ്
അയൽവക്കക്കാരിയെ ഞാൻ കണ്ടത് എന്ന് പറയുന്ന ഹദീസിൻ്റെ വിശദീകരണമാണ്. മുസ്ലിം 15 വയസ്സ് ആയപ്പോൾ അയാളെ ഒരു പട്ടാളക്കാരനായിട്ടാണ് കണക്കാക്കിയത്. അതായത് ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുള്ള, ആവശ്യമുള്ളപ്പോൾ യുദ്ധം ചെയ്യാൻ കഴിയുന്ന ആൾ എന്ന രീതിയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് ശമ്പളം കൊടുത്തിരുന്നു. ജഡ്ജി വലിയൊരു വാദിയുടെ ചോദ്യം, നിൻ്റെ അടുത്ത് തെളിവുണ്ടോ? പ്രതിയോട് ചോദിക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ പ്രതി സത്യം ചെയ്യുന്നതിന് മുമ്പ്. സുആലിൽ ഹാക്കിമിൽ മുദ്ദഈ ഹല്ലക ബയ്യിനത്തുൻ ഖബ്ലൽ യമീൻ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാൾ തെറ്റായ സത്യം ചെയ്താൽ അല്ലെങ്കിൽ കള്ളസത്യം ചെയ്താൽ ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അനീതിപരമായിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു സത്യം കൊണ്ട് മാത്രം അവനോട് അള്ളാഹു ദേഷ്യപ്പെടുകയും അവർ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു അവനോട് ദേഷ്യത്തിലായിരിക്കുകയും ചെയ്യും. ഈ അതിർത്തി തർക്കമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കുക, നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു നമ്മളോട് ദേഷ്യത്തിലായിരിക്കും. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു തൂമ്പാ മണ്ണിന് വേണ്ടിയിട്ട്. അശാത്ത് എനിക്ക് അറിയിച്ചു തന്നു, അലി എന്നോട് വിശദീകരിച്ചു, അള്ളാഹു ആണേ എന്നെപ്പറ്റി ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ഒരു കഷ്ണം സ്ഥലം അല്ലെങ്കിൽ കുറച്ച് സ്ഥലം, അതിനു വേണ്ടി തർക്കം ഉണ്ടായി എനിക്കിടയിലും യഹൂദിയായ ഒരു മനുഷ്യൻ്റെ ഇടയിലും. യഹൂദൻ എൻ്റെ ഉടമസ്ഥാവകാശം നിരസിച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അവനെയും കൂട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ തെളിവുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല. യഹൂദിയോട് അദ്ദേഹം പറഞ്ഞു, നീ സത്യം ചെയ്യുക, അതായത് തെളിവ് കാണിക്കേണ്ട കാര്യമില്ല, നീ സത്യം ചെയ്യുക, നിൻ്റെ ആണ് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അവൻ തീർച്ചയായിട്ടും കള്ളസത്യം ചെയ്യൂലേ, കാരണം അവൻ മുസ്ലിം അല്ലല്ലോ. അപ്പോൾ അല്ലാഹു തആല ഇത് അവതരിപ്പിച്ചു, തീർച്ചയായും ആരൊക്കെ ചെറിയ ഒരു നേട്ടം വാങ്ങിക്കുന്നുവോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുവോ അള്ളാഹുവിൻ്റെ പേര് വച്ച് സത്യം ചെയ്തുകൊണ്ട്. 3-ാമത്തെ സൂറത്ത് 77-ാമത്തെ ആയത്ത്. عن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم من حلف على يميني وهو فيه فاجر ليقتطع بها مال امرئ مسلم لقي الله وهو عليه غضبان قال فقال الأشعث ابن قيس في والله كان بيني وبين رجل من اليهود أرض فجحدني فقدمته إلى النبي صلى الله عليه وسلم فقال لي رسول الله صلى الله عليه وسلم ألك بينة؟ قال قلت لا. قال فقال اليهودي احلف. قال قلت يا رسول الله إذا يحلف ويذهب بمالي. قال فأنزل الله تعالى إن الذين يشترون بعهد الله وأيمانهم ثمنا قليلا إلى آخر الآية ആൽ ഇംറാൻ 77. പ്രതി അല്ലെങ്കിൽ കുറ്റാരോപിതനായ ആൾ സത്യം ചെയ്യേണ്ടതാകുന്നു. സമ്പത്ത് അല്ലെങ്കിൽ നിയമപരമായ ശിക്ഷകൾ ഇതിനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ തെളിവായിട്ട്. അൽ യമീനി അലൽ മുദ്ദാ അലൈഹി ഫിൽ അംവാലി വൽ ഹുദൂദി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വാദിയുടെ അടുത്ത് 2 സാക്ഷികൾ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ പ്രതി സത്യം ചെയ്യണം. ഇബ്നു ശുബ്രുമ പറയുന്നു, അബൂ അസ്സിനാദ് എന്നോട് ഈ വിധിയെപ്പറ്റി അഭിപ്രായം ചോദിച്ചു. അതായത് ഒരു വാദിയുടെ അടുത്ത് ഒരു സാക്ഷിയേ ഉള്ളൂ, എന്നിട്ട് അയാൾ തന്നെ സത്യം ചെയ്യുകയും ചെയ്യുന്നു, അത് മതിയോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. നീ 2 സാക്ഷികളെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരിക, അത് ആണുങ്ങളായിരിക്കണം, 2 ആണുങ്ങൾ. 2 ആണുങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ആണും 2 പെണ്ണും സാക്ഷിയായി വരാവുന്നതാണ്. അതിനെ സ്വീകരിക്കാവുന്നതാണ്, ആ സാക്ഷിത്വത്തെ. അത് എന്തിനാണെന്ന് വെച്ചാൽ, ആ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീ എങ്ങാനും തെറ്റിപ്പോയാൽ, പറയുമ്പോൾ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ വിശദീകരിക്കുമ്പോൾ തെറ്റിപ്പോവുകയോ ചെയ്താൽ മറ്റേ സ്ത്രീക്ക് അവളെ തിരുത്താവുന്നതാണ് അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാവുന്നതാണ്. 2-ാമത്തെ സൂറത്ത് 282-ാമത്തെ ആയത്ത്. ഞാൻ കൂട്ടിച്ചേർത്തു, ഒരു സാക്ഷിയും ഒരു വാദിയുടെ സത്യവും മതിയാവുമായിരുന്നെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സാക്ഷിയും വാദി തന്നെ സത്യം ചെയ്യുന്നതും മതിയാവുകയില്ല. قال النبي صلى الله عليه وسلم شاهداك أو يمينه. وقال قتيبة حدثنا سفيان عن ابن شبرمة كلمني أبو الزناد في شهادة الشاهدي ويمين المدعي. قلت قال الله تعالى وأستشهدوا شهيدين من رجالكم
فإن لم يكونا رجلين فرجل وامرأتان ممن ترضون من الشهداء أن تضل إحداهما فتذكر إحداهما الأخرى. البقرة 282. قلت إذا كان يكتفى بالشهادة شاهد ويمين المدعي فيما يحتاج أن تذكر إحداهما الأخرى ما كان يصنع بذكر هذه الأخرى. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.